സൗദി അറേബ്യയിൽ പുറത്തിറക്കപ്പെട്ട വളരെയേറെ സർക്കുലേഷനുള്ള ഒരു വലിയ പത്രം, അൽ മുസ്ലിമൂൻ പത്രം. ഈ പത്രം എടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജാറത്തെ സംബന്ധിച്ചും മറ്റും മുശാഹദാത്തുൻ ഫിൽ ഹുജ്റത്തിൻ നബവിയ്യത്തി ശരീഫ എന്ന പേരിൽ വന്ന ഈ ലേഖനത്തിന്റെ ഭാഗം ഞാൻ നാദാവൃത്തുനിന്ന് എടുത്ത് കാണിച്ചിട്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജാറത്തിന്റെ ഫോട്ടോ വലത് ഭാഗത്ത് വലിയ ഖുബ്ബയോടുകൂടിയും ഇടത് ഭാഗത്ത് അവിടുത്തെ ഖബർ ഷരീഫിന്റെ ഫോട്ടോവും ഉള്ളത് ഞാൻ എടുത്ത് കാണിച്ചിരുന്നു. ആ കാണിച്ചത് മൗലവി എന്ത് ചെയ്തെന്നറിയോ? ഇതിനെ സംബന്ധിച്ച് മൗലവിക്ക് മറുപടി പറയാൻ കഴിയില്ല. കാരണം ഇത് സൗദിയിൽ നിന്ന് 1997 സെപ്റ്റംബർ 26, 1418 ജമാദുൽ 25 വെള്ളിയാഴ്ച ഇറങ്ങിയ പത്രമാണ്. ഈ പത്രം ഇതിനെ സംബന്ധിച്ച് വിവരിക്കുന്ന അവിടുത്തെ ആൾക്കാരും പണ്ഡിതന്മാരെയൊക്കെ ഫോട്ടോ സഹിതം പ്രസിദ്ധീകരിച്ചിട്ടും ഉണ്ട്. മുഹമ്മദ് അലി മദനി, അഹമ്മദ് സാഹറത്തി, മുഹമ്മദ് ഹയ്യാത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജാറത്തിന്റെ മേലെ ഇടുന്ന ആ പച്ച വിരിപ്പ്, ആ വിരിപ്പ് നെയ്തുണ്ടാക്കിയിട്ട് അത് എടുത്തുകൊണ്ടുപോയ ആളുടെ ചിത്രം അടക്കം ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്ത്? ലാകിന്നി ജീതു ലിഅഖ്റബി നഫ്സി അലാ ദാലിക്, ഞാൻ കള്ളം പറയാൻ വന്നതല്ല, ഞാൻ എന്റെ സ്വന്തം തന്നെ കണ്ടിട്ട് മാത്രം പറയാനാ തീരുമാനിച്ചത് എന്ന് പറയുന്നത്. ഫവല്ലാഹി മാ മലഅതു ഐനി ഖത്തു മിനൽ ഹുജ്റത്തി ശരീഫത്തി ഖബല അൽ-യൗം വമാ അറഫ്തു ഖബല അൽ-യൗമി അൻ അംദി ഹാദിഹിൽ കിസ്വത്തുൽ ഖദറാ, ഈ പച്ച വിരിപ്പിനെ സംബന്ധിച്ച് മുമ്പ് ഞാൻ അറിഞ്ഞിട്ടുമില്ല. റഅയ്തുൽ കിസ്വത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന്റെ മേലെയുള്ള പച്ച വിരിപ്പ് അത് ഞാൻ കണ്ടു. തഹഫു ഖബറൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിനെ പൊതിഞ്ഞത് കണ്ടു. വസാഹിബൈഹി, നബി തങ്ങളുടെ രണ്ട് കൂട്ടുകാരായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെയും ഖബറിനെയും പച്ച വിരിപ്പ് കൊണ്ട് പൊതിഞ്ഞത് കണ്ടു. ഫീ ബൈത്തി ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ, ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാ കണ്ടത്. വസാഹത്തു ഖനാദീല മുഅല്ലഖതൻ ബിസഖ്ഫിൽ ഹുജ്റത്തിൻ നബവിയ്യത്തി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ റൂമിന്റെ ടെറസിന്റെ ചുവടെ അതിന്റെ മേലെ മച്ചിന്റെ മേലെ തൂക്കിയിട്ടിരിക്കുകയാണ് വിളക്കുകൾ. റഅയ്തു മിസ്ലഹാ ഫീ ജൂഫിൽ കഅബത്തിൽ മുസറഫ, അതുപോലെ ഞാൻ കഅബ ശരീഫിന്റെ ഉള്ളിലും കണ്ടിട്ടുണ്ട്. വഹിയ ഹദായ ഖദീമത്തുൻ മുസാഅത്ത് മിന ദഹബി വൽ ഫിദ്ദ, അത് വെള്ളിയിനാലും പൊന്നിനാലും ഉണ്ടാക്കപ്പെട്ട മുമ്പ് കാലത്ത് കിട്ടിയ ഹദിയകളാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം വിശദമായി രേഖപ്പെടുത്തുന്നുണ്ട്. ഇത് ഞാൻ അവിടെ വെച്ച് എടുത്ത് കാണിച്ചിരുന്നു സിഡിയില്. ആ കഴിഞ്ഞ എന്റെ പ്രസംഗത്തിന്റെ സിഡി നോക്കിയാൽ നിങ്ങൾക്കത് കാണാവുന്നതാണ്. ഇത് നേരിൽ കണ്ട വ്യക്തി ഉമർ ഇബ്നു മുഹ്സിനിൽ മിദ്വാഹി എന്ന് പറയുന്ന ആള് മദീനയിൽ നിന്നും എഴുതിയ ലേഖനമാണ്. എന്നിട്ടോ ഇത് ജിദ്ദയിൽ നിന്ന് പുറത്തിറങ്ങുന്ന പത്രമാണ്. ഈ പത്രത്തിൽ ഞാൻ എടുത്തുദ്ധരിച്ചപ്പോ അതിനെ ചോദ്യം ചെയ്യാൻ മൗലവിക്ക് സാധിക്കുന്നില്ല. കാരണം എന്തേ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജാറത്തിൽ നികളിൽ പോയി നേരിൽ കണ്ടവരും വിരിപ്പ് എടുത്തവരും വിരിപ്പ് വെച്ചവരും അവര് പറഞ്ഞ കാര്യങ്ങൾ സൗദി അറേബ്യയിൽ പുറത്തിറങ്ങുന്ന പത്രത്തിൽ വന്നത്. പത്രം നേർക്കുനേരെ എടുത്ത് ഒറിജിനൽ കോപ്പി കാണിച്ചിട്ടാ പറയുന്നത്. അതിനെ നിഷേധിക്കാൻ മൗലവി തുനിഞ്ഞാൽ ബുദ്ധിയുള്ളവരുടെ മുന്നിൽ വിലപ്പോവില്ല എന്ന് മൗലവിക്കറിയാം. അപ്പോൾ പിന്നെ തന്റെ കുഞ്ഞാടുകളെ ഒന്ന് സംതൃപ്തിപ്പെടുത്തണ്ടേ, കുഞ്ഞാടുകളെ ഒന്ന് പിടിച്ചു നിർത്തണ്ടേ? അതിനല്ലേ മൗലവി എല്ലാ ഗോഷ്ഠിയും കാണിക്കുന്നത്. അപ്പൊ മൗലവി എന്താ ചെയ്തത്? മൗലവി അതിനെ മറുപടി പറയാതെ മൗലവി വേറെ ചില സംഗതികളാ വിളിച്ചു പറയുന്നത്. എന്റെ പ്രസംഗത്തിന് മറുപടി പറയാൻ വന്ന മൗലവി ആൺകുട്ടിയാണെങ്കിൽ ഞാൻ ഉദ്ധരിച്ച പത്രം, അങ്ങനെ ഒരു പത്രം ഇറങ്ങിയിട്ടുണ്ടോ ഇല്ലേ? ആ പത്രത്തിൽ അത് വന്നിട്ടുണ്ടോ ഇല്ലേ? അതിൽ കാണുന്ന ഫോട്ടോ, അതിൽ കാണുന്ന മൂന്നാളുകൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നോ ഇല്ലേ? ഈ നിങ്ങൾക്കത് പറയാനല്ലേ ധൈര്യം കാണിക്കേണ്ടത്? അല്ലെങ്കിൽ മൗലവി ഒന്നുകൂടി ഞാൻ പറയട്ടെ, മലയാളം ന്യൂസ് പത്രത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗളാ ശരീഫിന്റെ മേലെ ഇട്ട വിരിപ്പ് അത് സൗദിയിൽ ലക്ഷക്കണക്കിന് ഡോളറിന് ലേലം ചെയ്ത് വിറ്റ റിപ്പോർട്ടും ഈ അടുത്ത് വന്നതല്ലേ സഹോദരന്മാരെ? നിങ്ങൾ ഓർക്കണം, ഇതൊക്കെയും നിഷേധിക്കാൻ
ഇവിടെയുണ്ടോ ആരെങ്കിലും ഈ മൗലവിമാരെ വിശ്വസിക്കുന്നു? അതുകൊണ്ട് മൗലവി അതിലേക്കൊന്നും കടക്കുന്നില്ല. ഇനി അതിന്റെയും പുറമെ ഞാൻ പറയട്ടെ, വെറും അൽ മുസ്ലിമൂൻ പത്രത്തിൽ മാത്രമല്ല, അൽ മുസ്ലിമൂൻ പോലെയുള്ള പത്രം അത് സുന്നത്ത് ജമാഅത്തിന് അനുകൂലമായി വല്ലതും എഴുതിയാൽ സഊദിയിൽ ഒരുപക്ഷേ അതാ മുജാഹിദുകളുടെ സലഫികളെ സ്വാധീനം കൊണ്ട് അത് നിർത്തിക്കാൻ കഴിഞ്ഞേക്കാം. പക്ഷേ കുവൈത്തിൽ ഇപ്പോഴും അതാ പത്രത്തിൽ വീണ്ടും വീണ്ടും ആ ചിത്രം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, വന്നുകൊണ്ടിരിക്കുകയാണ്.